ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് FXB എന്ന് പറയുന്നൊരു റോബോട്ട് ട്രേഡിംഗ് ആണ്. അതായത് നമ്മുടെ ബ്രോക്കറുമായിട്ട്, അതായത് ഫോറക്സിൽ ബ്രോക്കറുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു റോബോട്ടാണ്. ഡെയിലി നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ട്രേഡ് നടക്കും. നമുക്ക് ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്നൊരു തരുന്നൊരു റോബോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആരാണോ റെഫർ ലിങ്ക് തന്നത് ആ റെഫർ ലിങ്ക് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജിലായിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ അവർക്കുള്ള റെഫറൽ ID നമുക്കിവിടെ മേളിൽ കാണിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, അതിനുശേഷം യൂസർ ID, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു യൂസർ ID, നമ്മുടെ പേരോ എന്തെങ്കിലും കൊടുത്തിട്ട് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ യൂസർ ID അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് കൺഫേം ചെയ്യുക, അതിനുശേഷം അക്സെപ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം സൈനപ്പ് കൊടുക്കുക, നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സക്സസ് ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ കൊടുത്ത യൂസർ ID, നമ്മുടെ പാസ്വേഡും കൊടുത്ത എല്ലാം നമ്മുടെ ഡീറ്റെയിൽ കാണിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നമുക്ക് എന്തെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ സൈനിങ് ഇൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിനുശേഷം സൈൻ ഇൻ ചെയ്താൽ നമ്മൾ സൈനിങ് ചെയ്ത ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ FXBയിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ FXBയുടെ വാലറ്റിലോട്ട് നമ്മളൊരു $200 നമ്മൾ ആഡ് ചെയ്യേണ്ട, 200 USDT നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പാക്കേജിൻ്റെ ചാർജാണ് $200. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം നമുക്കത് ആക്റ്റീവ് ആക്കുന്നതും പിന്നെ അത് നമ്മുടെ ബ്രോക്കറുമായിട്ട് കണക്ട് ചെയ്യുന്നതും എല്ലാം ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ $200 നമ്മൾ FXBയുടെ വാലറ്റിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫണ്ട് ഏരിയ ആൻഡ് ആക്ടിവേഷൻ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ പർച്ചേസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കപ്പോഴും മെറ്റമാസ്കിൻ്റെ ഒരു അഡ്രസ്സ്, അതായത് BP20 അഡ്രസ്സാണിത്. ബിനാൻസിൻ്റെ ബ്ലോക്ക് ചെയിനിൽ വരുന്ന അഡ്രസ്സാണ്. ഓക്കെ, BP20 ആണ്. അപ്പോൾ ഈ അഡ്രസ്സിലോട്ടാണ് നമ്മൾ USDT അയക്കേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമ്മൾ ബിനാൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബിനാൻസിൽ പോവുക, വിഡ്രോവൽ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നെറ്റ്വർക്ക് BP20 സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എമൗണ്ട് എത്രയാണോ, $200 നമ്മൾക്ക് അയക്കേണ്ടത്. അപ്പോൾ 200 എന്ന് പറഞ്ഞാൽ ഒരു 200.5 ടൈപ്പ് കൊടുക്കുക, എങ്കിൽ നമുക്കിവിടെ 200 കയറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. നമുക്ക് BP20യുടെ നെറ്റ്വർക്ക് ഫീസ് വരുന്നൊരു 3.3 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് സെൻഡ് ചെയ്യുക. ഓക്കെ, സെൻഡ് ചെയ്തതിന് ശേഷം നമ്മളത് കൺഫേം ആകുമ്പം ബിനാൻസിൽ നിന്ന് അയക്കുന്നതെങ്കിൽ ബിനാൻസിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതായത് കൺഫേം ആയതിനു ശേഷം $200 സെൻഡായി കൺഫേം ആയതിനു ശേഷം ബിനാൻസിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ജസ്റ്റ് ഗാലറിയിൽ സേവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഡാഷ്ബോർഡ് എടുക്കുക. ഡാഷ്ബോർഡ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഫണ്ട് ഏരിയ ആൻഡ് ആക്ടിവേഷനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിലൊന്ന് ടച്ച് കൊടുക്കുക. ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ മേളിൽ $200 സെലക്ട് ആയി കിടക്കും, അതൊന്നും മാറ്റണ്ട. അതിനുശേഷം ഡെപ്പോസിറ്റ് ഡേറ്റ് ചോദിക്കും. അത് നമ്മൾ എന്നാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഡേറ്റ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ 25 ഡേറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണ് ചൂസ് ഫയൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ബിനാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ, അത് ജസ്റ്റ് ഫയലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫണ്ട് അയച്ച $200 അയച്ച ആ സ്ക്രീൻഷോട്ട് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് അവരെ കസ്റ്റമർ കെയറിലോട്ടായിരിക്കും ആ റിക്വസ്റ്റ് പോകണത്. ഓക്കെ, അപ്പം അവരത് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബോട്ട് ആക്റ്റീവ് ആക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാലറ്റ് നോക്കിയാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പാക്കേജ് $200 നമുക്കിവിടെ കാണിക്കും. ഓക്കെ, ഇത് $200 നമ്മൾ സബ്സ്ക്രിപ്ഷൻ പാക്കേജിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട്, അതായത് നമ്മുടെ റോബോട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ,
റോബോട്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോക്കറോട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ ഏത് ബ്രോക്കറാണോ നമ്മൾ എടുക്കുന്നത്, അതായത് നമുക്കൊരു 4-5 ബ്രോക്കറോളം നമുക്ക് FXBയുടെ ടൈപ്പുള്ള 5 ബ്രോക്കറുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും നമ്മളത് അക്കൗണ്ട് എടുക്കുക. നമ്മളൊക്കെ സാറാഫെക്സ് ആണ് എടുത്തത്. അപ്പോൾ സാറാഫെക്സ് ആകുമ്പോൾ നമുക്ക് നല്ല ഈസിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ലിങ്കും എടുക്കാനുള്ള ലിങ്കും FXBയുടെ രജിസ്ട്രേഷൻ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, ഫോൺ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കുന്നതാണ്. അതായത് സാറാഫെക്സ് ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാറാഫെക്സിൽ ഓപ്പൺ ആവും. അതിനുശേഷം അതിനകത്ത് അക്കൗണ്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഉണ്ട്. സാറാഫെക്സിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നമ്മളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സാറാഫെക്സിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. സാറാഫെക്സിൽ അക്കൗണ്ട് എടുത്ത് MT4 ഓപ്പൺ ആക്കിയതിന് ശേഷം, MT4ൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കവിടെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. MT5ൻ്റെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. ആ പാസ്വേഡ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ആ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചാണ് നമ്മൾ റോബോട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അക്കൗണ്ടുമായിട്ട്, അതായത് ബ്രോക്കറുമായിട്ട് കണക്ട് ചെയ്യുന്നത് MT5ൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ വെച്ചാണ്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആരാണോ റെഫർ ലിങ്ക് തന്നത്, നമ്മൾ ആര് റെഫർ ലിങ്കാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്, അയാൾക്ക് തന്നെ നമ്മൾ ഈ MT5ൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം അക്കൗണ്ട് ഡീറ്റെയിൽ അയച്ചു കൊടുക്കുമ്പം അവർ തന്നെ നമുക്കത് കണക്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു മാസത്തിനകത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് തന്നെ വരുന്നതാണ്. പ്രത്യേകം വാലറ്റ്, പ്രത്യേക ഒരു ബോക്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ ഈ റിക്വസ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ബോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഓക്കെ, അതുവരെ നമുക്ക് നമ്മുടെ പ്ലെയിൻ വഴിയെ നമുക്കിത് ബോട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ MT5ൻ്റെ ഡീറ്റെയിൽ നമ്മൾ റെഫർ ചെയ്ത ആരാണോ അവർക്ക് അയച്ചു കൊടുക്കുക. അവരത് കണക്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, കണക്ട് ചെയ്തതിന് ശേഷം നമുക്കത് MT5ൻ്റെ പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് വീഡിയോയിലുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക് ട്രേഡ് നടക്കും പിറ്റേന്ന് തൊട്ട്. ഓക്കെ, നമ്മൾ എന്നാണ് ചെയ്യുന്ന അതിന് ശേഷമുള്ള ട്രേഡുകളെല്ലാം നമ്മൾ അക്കൗണ്ടിലും നടക്കും. നമുക്ക് മിനിമം $100 നമ്മളെ ബ്രോക്കറിൽ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, $100 തൊട്ട് മുകളിലോട്ട് 100, 200, 300, 400 അങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 100ന് മുകളിലോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബ്രോക്കറിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫണ്ട് പിൻവലിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. നമ്മളെ ബ്രോക്കറിൽ, നമ്മളെ അക്കൗണ്ടിൽ നമ്മൾ എപ്പോഴും ഫണ്ട് നമ്മുടെ കാണും, എപ്പോഴും സേഫായിരിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ വേറെ ആളുടെ വാലറ്റിലോട്ടല്ല നമ്മൾ ഫണ്ട് ഇട്ട് കൊടുക്കുന്ന, നമ്മളെ സ്വന്തം അക്കൗണ്ട്, അതായത് നമ്മളെ എക്സ്ചേഞ്ചിലാണ് നമ്മൾ ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇത് റിയൽ ട്രേഡിംഗ് ആണ്, അല്ലാതെ ഫേക്ക് ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മളെ ബ്രോക്കറോട്ട് ഒരു റോബോട്ട് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ട്രേഡ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പം ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു ബോട്ടാണ്. അപ്പോൾ ഞാൻ വാച്ച് ചെയ്തു, കുറച്ച് ദിവസം ഞാൻ വാച്ച് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇതിൽ അക്കൗണ്ട് എടുത്ത് രജിസ്റ്റർ ചെയ്തത്. അപ്പം അത്യാവശ്യം നല്ല പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏകദേശം ഒരു 1 to 5 അതിനകത്ത് നമുക്ക് ഡെയിലി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതിൽ മുകളിലോട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിലും നമുക്കൊരു 1 to 5 ആവറേജ് ഒരു 3% നമുക്ക് ഡെയിലി എങ്ങനെയായാലും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് നമുക്കൊരു ഡീറ്റെയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്ത് സഹായം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരുന്നതാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.